ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 8ാമത്തെ പാഠം അദ്ദർസുസ്സാമിനു ഉത്ലുബ് മതാബൻ, പശ്ചാത്താപം ചോദിക്കുക, അതായത് നീ തൗബ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. തൗബയെക്കുറിച്ചുള്ള ഒരു ബൈത്താണിത്. നമുക്ക് ബൈത്ത് നോക്കാം. ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിയ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. അതിൻ്റെ അർത്ഥം, ചെയ്ത പാപത്തിൽ ഖേദിക്കുന്നവനായി ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. വബറാഅത്തിൻ മിൻ കുല്ലി ഹക്കിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫറവ കമ്മില. അതിൻ്റെ അർത്ഥം, ജനങ്ങളുമായുള്ള ബാധ്യതകളിൽ നിന്ന് ഒഴിവാകുക. ഈ പശ്ചാത്താപത്തിനുള്ള ഈ ഘടകങ്ങളെ നീ ശ്രദ്ധിക്കുകയും പൂർണ്ണമായി പാലിക്കുകയും വേണം. അതായത് മനുഷ്യരുടെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തു വീട്ടുക. തൗബ സ്വീകരിക്കാനുള്ള 4 ഘടകങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത വരി നോക്കാം. വഖന ബിതർക്കിൽ മുഷ്തഹ വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. അതിൻ്റെ അർത്ഥം, ഭക്ഷണം, വസ്ത്രം, വീട് എന്നിവയിൽ നിന്ന് ശരീരം ആഗ്രഹിക്കുന്നതിനെയും ആർഭാടത്തിനെയും ഉപേക്ഷിക്കുകയും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക. മന്യത്ലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഐരിയതില. അതിൻ്റെ അർത്ഥം, തീർച്ചയായും ഒരാൾ ആവശ്യമില്ലാത്തതിനെ തേടിപ്പോയാൽ ആവശ്യമുള്ളത് അവനിൽ നിന്നുള്ള വീഴ്ച കൂടാതെ തന്നെ അവന് നഷ്ടപ്പെടുന്നതാണ്. വതഅല്ലമൻ ഇൽമൻ യുസഹിഹ് ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബിസ്ഖുല. അതിൻ്റെ അർത്ഥം, ആരാധനയെ സാധുവാക്കുന്ന അറിവും വിശ്വാസം ശരിപ്പെടുത്തുന്ന അറിവും ഹൃദയം സംസ്കരിക്കുന്ന അറിവും നീ അഭ്യസിക്കുക. ഇൽമു കൊണ്ട് ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നീ സംസ്കരിക്കുക. ഹദിസ്സലാസത്തു ഫർളു ഐനിൻ ഫാരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാത്തുൻ വഅ്തില. അതിൻ്റെ അർത്ഥം, ഫിഖ്, അഖീദ, തസവുഫ് ഇവ 3 പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും വ്യക്തിപരമായ നിർബന്ധനയാണ്, ഫർള് ഐനാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും ഉയർച്ചയും കൈവരും. അഖ്ലിസ് വദാഅൻ ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ലത്തഖറുബ മിൻ ഇലാഹിക ദിൽ കില. നീ ഇഖ്ലാസുള്ളവനാവുക. ഇഖ്ലാസ് എന്നാൽ ഇബാദത്ത് കൊണ്ട് സംരക്ഷകനായ അള്ളാഹുവിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ്. ലാ തഖ്സിദൻ മഅഹു ഇലാ അർളിദ്ദുനാ കസനാഇഹിം ഔ നഹ്വി ദാക തവസ്സുല. അതിൻ്റെ അർത്ഥം, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യത്തെ ഉദ്ദേശിക്കലോടൊപ്പം ജനപ്രശംസ പോലുള്ള ഐഹിക നേട്ടങ്ങൾ കൈവരലിനെ നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്. അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രമാണ് ഇബാദത്തിൽ നീ ഉദ്ദേശിക്കാവൂ. തൗബയെക്കുറിച്ചുള്ള ഒരു ബൈത്താണിത്. ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഞാൻ ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഇതിൻ്റെ കൂടെ തന്നെ എഴുതി ഇടുന്നുണ്ട്. അത് നിങ്ങൾ നന്നായി എഴുതിയെടുത്ത് നന്നായി പഠിക്കാം. ഇതിൻ്റെ തദ്രീബാത്ത് നോക്കാം. 1. നക്റവ് വനഫം, വായിക്കുക, മനസ്സിലാക്കുക. ഫാഹിർ മുന്തിയത്, ഫാത്ത നഷ്ടപ്പെട്ടു, എത്തില സംശയം,
സ്വഖല തിളക്കമുള്ളതാക്കി, ഹസ്വല കരസ്ഥമാക്കി, കില സംരക്ഷണം, മത്താം ഭക്ഷണം അഥവാ റെസ്റ്റോറൻറ്റ്, ഖനാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു. മുഷ്തഹ ആഗ്രഹിക്കുന്നത്, മൻസിൽ വീട്, ദുനിയാവ് അല്ലെങ്കിൽ ഈ ലോകം. അറള് ഉദ്ദേശം, സ്വഹഹ സ്വീകാര്യമാക്കി, തഖറുബ് സാമീപ്യം നേടൽ, ദുൽകില സംരക്ഷകൻ, തഅല്ലം പഠിക്കൂ, ത്വാത്ത് ഇബാദത്ത്, സക്ക സംസ്കരിച്ചു, ഇത്തിലാ ഉന്നതി, സനാ പുകഴ്ത്തൽ. ഈ വാക്കുകളുടെ അർത്ഥം നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. 2. നുതർജിം. വഖന ബിതർക്കിൽ മുഷ്തഹ, അതിൻ്റെ ബാക്കി അവിടെ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഈ ബൈത്തിൽ നോക്കി വൃത്തിയായി പൂരിപ്പിക്കുക. അതിൻ്റെ ബാക്കി വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. 2. വതഅല്ലമൻ ഇൽമൻ യുസഹിഹ് ത്വാതൻ വ അഖീദത്തൻ വ മുസക്കിൽ കൽബി സ്കുല. ഹദിസ്സലാസത്തു ഫർളു ഐനിൻ ഫൈരിഫൻ വഅമൽ ബിഹാ തഹസുൽ നജാത്തുൻ വഅത്തില. അവിടെ പൂരിപ്പിക്കുക. 3. നുജിബ് ഉത്തരം എഴുതുക. അതിൽ 1 കം റുക്നൻ ലിത്തൗബ, തൗബക്ക് എത്ര റുക്നുകളാണുള്ളത്? 4. അതിൻ്റെ ഉത്തരം 4. 2. മാ അർക്കാനു തൗബ, തൗബയുടെ റുക്നുകൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം 1. ചെയ്തു പോയ കുറ്റത്തിൽ ഖേദിക്കുക. 2. ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക. 3. മേലിൽ ഒരു ദോഷവും ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4. മനുഷ്യരുടെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തുവീട്ടുക. 3. മൽ ഖനാഅത്തു, ഖനാഅത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം മുന്തിയതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഒഴിവാക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. 4. ഹാദിഹി സലാസത്തു ഫർളു ഐനിൻ മാഹിയ, ഫർളു ഐനിൻ്റെ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1. കർമ്മശാസ്ത്രം. 2. വിശ്വാസം. 3. ആത്മസംസ്കരണം. 5. മൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അടുത്തത് 4. നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ എഴുതുക. 1. നദിമ ഖേദിച്ചു, നദാമത്ത് ഖേദം. അതുപോലെ താഴെയുള്ളത് എഴുതുക. തറക്ക ഒഴിവാക്കി, തർക്ക് ഒഴിവാക്കൽ. അത്താ ആരാധിച്ചു, ത്വാഅത്ത് ആരാധന. നജ രക്ഷപ്പെട്ടു, നജാത്ത് രക്ഷ. 2. കനഅ കിനാൾ, ത്വലബ ഉത്ലുബ്, തഅല്ലമ തഅല്ലം. അതിൽ 3. യുരീദു ഉദ്ദേശിക്കുന്നു, ലാ യുരീദു ഉദ്ദേശിക്കുന്നില്ല. യദ്ഹബു പോകുന്നു, ലാ യദ്ഹബു പോകുന്നില്ല. യതഅല്ലമു പഠിക്കുന്നു, ലാ യതഅല്ലമ പഠിക്കുന്നില്ല. 4. ഇദ്ഹബ് ലാ തദ്ഹബ്, ഉഖ്സുദ് ലാ തുഖ്സുദ്, ഉത്റുക് ലാ തുത്റുക്. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുകയും ചെയ്യണേ.